കടമുണ്ട്, വീട് കയറ്റണം, അല്ലെങ്കിൽ ചികിത്സാ സഹായം. ഇതിൽ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ആരുടെ അടുത്തൊന്നും 1 രൂപ പോലും പിരിച്ചിട്ടോ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ പറ ആസീബന്റെ വെല്ലിപ്പയാണ്. അല്ലാതെ നമ്മൾ എന്താ പറയുമ്പോൾ ഒന്ന് എൻ്റെ അവസ്ഥയും കൂടെ മനസ്സിലാക്കണം. ഒന്നുമില്ലെങ്കിൽ ഒരു ഗർഭിണി പാവമല്ലേ, റെസ്റ്റ് ഇല്ലാതെ പണിയെടുക്കല്ലേ. ഞാൻ നമ്മളിതേ ആ ഷോപ്പിലുണ്ടായിരുന്ന എല്ലാ ടോപ്പ്, അതായത് കുർത്തീസും നമ്മൾ എടുത്തിരുന്നു. ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അവരൊരു ആവശ്യമായിട്ട് വരുമ്പോൾ ആ വീഡിയോ എങ്കിലും ഫുള്ളായിട്ട് കണ്ടിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മെസ്സേജ് ചെയ്യണം. ഹായ്, അപ്പോൾ ഇന്ന് നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. റെസിപ്പി ഇല്ല, എന്താണെന്ന് കാണിക്കുന്നതാണ് കേട്ടോ. കാരണം ഷുഗറുള്ള ഗർഭിണികൾക്ക് അല്ലാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. ഇത് ഉപ്പുമാവ് ഉണ്ടാക്കിയതാണ്. ഇത് മില്ലറ്റ്സ്, അതായത് ചെറുധാന്യങ്ങളില്ലേ, അതാണ് സാമൈ റൈസ് എന്ന് പറയും. ഇത് പിന്നെ വിറക്, കമ്പ്, ഇതുപോലെ തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ്. ഇത് കഴിച്ചു പറഞ്ഞാൽ നമുക്ക് ഷുഗറൊക്കെ നല്ല കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതേ മക്കളൊക്കെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഇന്നലെ അവർ ഉറങ്ങാൻ 2 മണി ആയിക്കണം. അതുകൊണ്ട് തന്നെ എനിക്ക് രാത്രിയിൽ എൻ്റെ ഒറ്റ പണികളും നടന്നില്ല. നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം. നമ്മൾ ഇന്നലെ ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ടായതില്ലേ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാനും വേണ്ടിയിട്ട്, പെരുന്നാളിന് എടുക്കാൻ കഴിവില്ലാത്തവർക്ക് നമ്മുടെ കൂടെ അവരും ആഘോഷിക്കാനും വേണ്ടിയിട്ട്, അവരെ സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പാക്ക് ചെയ്തിട്ടില്ല. കുറേ മെയിലും ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജും ഒക്കെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് കൺഫ്യൂഷനായിട്ട് നമ്മൾ വരുന്ന രീതിയിൽ കുറച്ച് മെയിൽ കാര്യങ്ങളൊക്കെ ആൾക്കാർ അയച്ചിട്ടുണ്ട്. അഡ്രസ്സ് അയക്കുന്നതിന് പകരം വേറെ കുറേ സഹായങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആദ്യം വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യുക. കാരണം നമുക്ക് വേറെയും കുറേ പണികളുള്ളതിൻ്റെ കൂടെ ഇതും കൂടെ ആകുമ്പോൾ ആകെ മൊത്തത്തിൽ കൺഫ്യൂഷനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ, സഹായിക്കാൻ പറ്റാതെ പോകുന്നൊരവസ്ഥ പോലും വരാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഉറപ്പായിട്ടും ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഇന്നലത്തെ വീഡിയോയിൽ കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു. കുറച്ച് പേരെങ്കിലും അറിയാത്ത ആൾക്കാരായിരിക്കും സക്കാത്തിനെ പറ്റിയിട്ട് പറയുന്നത്. ആദ്യം തന്നെ പറയാം, സ്വതക്ക രഹസ്യമായിട്ടും സക്കാത്ത് പരസ്യമായിട്ടും ചെയ്യാന്നാണ് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കുറേ പേർക്ക് സംശയമുണ്ട്, എന്തിനാണ് സക്കാത്ത് പരസ്യമായിട്ട് ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് നിർബന്ധമാണ്, എല്ലാവരും കൊടുക്കണം. അപ്പോൾ അത് എല്ലാവരും എന്തായാലും കൊടുക്കേണ്ട നിർബന്ധമായ ഒരു കാര്യം. ഒരാൾ മറ്റുള്ളൊരാൾക്ക് കൊടുക്കുന്നത് കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് പ്രചോദനമാവാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ശരി, ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നലത്തെ ബാക്കി വീഡിയോ ഒന്നും പറയാനും പറ്റില്ല. കുറേ വർക്ക് നമുക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. നമ്മളിതേ ആ ഷോപ്പിലുണ്ടായിരുന്ന എല്ലാ ടോപ്പ്, അതായത് കുർത്തീസും നമ്മൾ എടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ അവിടെ അല്ലേ അവൈലബിൾ ആയിട്ടുള്ള എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ അവിടെ ഇല്ല, പെരുന്നാൾ കച്ചവടമൊക്കെ അല്ല, അപ്പോൾ കച്ചവടം ഒക്കെ ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഒരു ആവശ്യം പറഞ്ഞ് നിങ്ങളുടെ അഡ്രസ്സ് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന മെയിൽ എന്ന് പറയുമ്പോൾ ഒന്ന് എൻ്റെ അവസ്ഥയും കൂടെ മനസ്സിലാക്കണം. ഒന്നുമില്ലെങ്കിൽ ഒരു ഗർഭിണി പാവമല്ലേ, റെസ്റ്റ് ഇല്ലാതെ പണിയെടുക്കല്ലേ. ഞാൻ ഒരുപാട് മെയില്, പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് മെസ്സേജ്, ഇതുമായി റിലേറ്റഡ് അല്ലാത്ത ഒരുപാട് മെസ്സേജുകൾ. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഫുള്ളായിട്ട് ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അവരൊരു ആവശ്യമായിട്ട് വരുമ്പോൾ ആ വീഡിയോ എങ്കിലും ഫുള്ളായിട്ട് കണ്ടിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മെസ്സേജ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം. കാരണം ഈ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്കിതെല്ലാം ചെയ്ത് തീർക്കണ്ടേ. പെരുന്നാളാകുമ്പോഴേക്കും ഈ ഡ്രസ്സുകളൊക്കെ അവരുടെ വീടുകളിൽ എത്തണ്ടേ. അപ്പൊ എനിക്ക് ആകെ കൺഫ്യൂഷനായി. അതിൽ നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സ്ത്രീകൾക്കുള്ള ടോപ്പുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കുട്ടികളുടെ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. അതിന്റെ സാമ്പത്തിക സ്ഥിതി ഒന്നാമത് നമുക്കില്ല. ഇപ്പൊ നമ്മുടെ മാക്സിമം കഴിയുന്ന നമുക്കില്ല. അതിനൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ കോടീശ്വരന്മാരോ അങ്ങനെ ഒന്നല്ല, ലക്ഷക്കണക്കിൽ കടങ്ങളുണ്ട് എന്നുള്ളത് അന്തസ്സായിട്ട് പറയാം. പിന്നെ കുറെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, പലിശക്കട ഉണ്ടെങ്കിൽ ആദ്യം അത് വീട്ടാനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് എന്നുള്ളത്. മാക്സിമം എന്റെയും മിക്കാന്റെയും ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് അതെങ്ങനെയെങ്കിലൊക്കെ വീട്ടാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു ഇൻഫ്ലുവൻസർ എന്ന നിലക്ക് ആദ്യം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തില്ലെങ്കിൽ നാളെ പഠിച്ചവൻ എന്നോട് ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയും, ഇതേ ഉള്ള കയ്യിലൊരു ചാനൽ ഉണ്ടായിട്ട് ഇതൊന്നും ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തില്ല എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ ആ ഒരു ഇതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നലെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ നിയത്തെ എനിക്കറിയാം, ഇനി കമൻറ്റ് പല രീതിയിൽ ഇടുന്ന ആൾക്കാരുണ്ടാവും, ഇട്ടോട്ടാവുന്ന വിഷയം, അതും അവരും പഠിച്ചോനായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ അഡ്രസ്സ് കിട്ടാനും വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് വരുന്ന മെയിലുകൾ എങ്ങനെയാണെന്ന് പറയുമ്പോൾ കടമുണ്ട്, വീട് കയറ്റണം, അല്ലെങ്കിൽ ചികിത്സാ സഹായം. ഇതിൽ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ആരുടെ അടുത്തൊന്നും 1 രൂപ പോലും പിരിച്ചിട്ടോ ഒന്നും ചെയ്യുന്നില്ല. പിരിച്ചിട്ട് ചെയ്യുന്നവർക്ക് ലക്ഷക്കണക്കിന് രൂപ ചികിത്സാ സഹായത്തിനും അതിനുമൊക്കെ കൊടുക്കാൻ പറ്റും. നമുക്ക് സങ്കടമുണ്ട് അങ്ങനെ ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ലാലോ എന്ന് ആലോചിച്ചിട്ട്, അല്ലേക്കാ? ആ, പക്ഷെ നമ്മുടെ ഇല്ല. നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട്, അതായത് മാറ്റി വെക്കാൻ ഇല്ലായി നമ്മളെ പോലെ ആവശ്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട്, ഇപ്പൊ കുട്ടികളുടെ ഡ്രസ്സ് ചോദിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഇതുവരെ ഞാൻ കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല, നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക് പോലും ഡ്രസ്സ് എടുത്തിട്ടില്ല. ഇനി അടുത്ത വീഡിയോ ചെയ്ത് വല്ല പ്രൊമോഷൻ കിട്ടി ആ പൈസ കിട്ടിയിട്ട് വേണം നമ്മൾ പോയിട്ട് എടുക്കാനും വേണ്ടിയിട്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സക്കാത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച പൈസയിൽ നമുക്ക് ചെയ്യാനും പറ്റൂലല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കുക, നിങ്ങൾ ചോദിച്ച എല്ലാ ആവശ്യങ്ങളും നമുക്ക് നിറവേറ്റി തരാൻ പറ്റില്ല. പക്ഷെ പടച്ചോൻ ഭാവിയിൽ അത്രയും വലിയ കോടീശ്വരനൊക്കെ ഞങ്ങളെ ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആരും വിഷമിക്കണ്ട. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഡ്രസ്സുകൾ അഡ്രസ്സ് അയച്ചവർക്ക് അയക്കുക എന്നുള്ളതാണ്. അതിൽ ഫോൺ നമ്പർ അയച്ചവർക്ക് മാത്രമേ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ. ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് ഇന്നായിരിക്കും, ഇന്ന് 2:30 ആയിരിക്കും. അപ്പോൾ ഇന്ന് 2:30 വരുന്ന ഈ ഒരു വീഡിയോ ചിലവർ ഫോൺ നമ്പർ അയച്ചിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ളവർ ഒന്ന് ഫോൺ നമ്പർ അയക്കാം. അപ്പോഴേക്കും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇത് അയക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. സംസാരിച്ച് പിൻകോഡ് എല്ലാം വേണം. ചിലര് പേരും എഴുതും, മലപ്പുറം ജില്ല അവരുടെ പിൻകോഡും, അതെങ്ങനെ അവരുടെ വീട്ടിലേക്ക് പോയി എത്തൂല. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. രണ്ടും ഘട്ടം പോലെ ആവും. ഇത് അയച്ച അവർക്ക് കിട്ടൂല, അങ്ങനത്തെ അവസ്ഥയാണ്. പിന്നെ ചിലവര് എന്റെ യൂസ്ഡ് ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് സൈസ് പറയും XXL ആണ് സൈസ്. എന്റെ സൈസ് അതല്ല. നമ്മൾ ഇടുന്ന വസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ എന്റെ സൈസ് S M ആയിരുന്നു. ഇപ്പോഴാണ് ഞാൻ കുറച്ച് തടി വെച്ചിട്ടുള്ളത്. അത് നിർത്തിക്കാം ഫോണ്. റന ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യടി, മക്കളൊക്കെ ഉറങ്ങാണ് കേട്ടോ. ഭയങ്കര ചൂട് വെച്ചാൽ സഹിക്കാൻ പറ്റുന്നില്ല. ഷോളൊക്കെ കൊണ്ട് വലിച്ചെറിയാൻ തോന്നാണ്. അറിയാലോ, പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞാൽ ചൂട് ഇരട്ടിക്കുന്നു. എനിക്ക് 10 ഇരട്ടിക്ക് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ എന്താ ഞാൻ പറഞ്ഞു നിർത്തിയത്, എന്തോ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ സൈസ് ചോദിക്കുന്നവർക്ക് നമ്മൾക്ക് എന്താണെന്ന് അറിയില്ല, അവരങ്ങനെ ചോദിക്കുന്നത്. ഞാനിട്ട ഡ്രസ്സ് XXL ഒക്കെ അയക്കുന്നത്. നമ്മുടെ അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ഇല്ല കേട്ടോ. ഭാവിയിൽ നമ്മൾ നല്ല രീതിയിൽ ഇൻഷാല്ല അടുത്ത വർഷം അടിപൊളിയായിട്ടൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിന്റെ ബർക്കത്തൊക്കെ കിട്ടട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറയുമ്പോൾ ഇതിൽ മാക്സിമം ഉള്ള വലിയ സൈസുകളൊക്കെ ആദ്യം കവറിലേക്ക് ഇടും. ഇനി ഈ അഡ്രസ്സൊക്കെ എഴുതി നല്ല പാടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ 2 മണിവരെ കാത്തിരുന്നു ചെയ്യാന്ന് വിചാരിച്ചിട്ട് മക്കൾ ഉറങ്ങാനും വേണ്ടിയിട്ട്. എൻ്റെ മക്കൾ പക്ഷെ എന്നെ ചതിച്ചു. അവർ ഉറങ്ങണ വഴിയിലേക്ക് ഇടി, ഓരോന്നായിട്ട് ഇടി. സൈസ് ഏറ്റവും വലുത് നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ നമ്മൾ മക്കളും കുട്ടികളും ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ഫുൾ ടൈം ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിട്ടിരിക്കാനോ മെസ്സേജ് നോക്കാനോ ഒന്നിനും പറ്റില്ല. എല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ മുഴുവൻ പണികളും കഴിഞ്ഞ് മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്ത് അവരൊക്കെ ഉറങ്ങിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ പണികളൊക്കെ നോക്കാൻ പറ്റുള്ളൂ. ചിലർ അപ്പം തന്നെ വന്നിട്ട് ഒന്ന് ഇൻസ്റ്റാഗ്രാം നോക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പബ്ലിക്കായിട്ട് തന്നെ എൻ്റെ ഫോൺ നമ്പർ ഒന്ന് തരുമോ, വിളിച്ച് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അവരറിയാത്തതുകൊണ്ടായിരിക്കില്ലേ ഫോൺ നമ്പർ ചോദിക്കുന്നത്, അല്ലെങ്കിൽ അസീബ് ഭ്രാന്താക്കിയിട്ട് നടക്കുകയാണ്. അപ്പം പിന്നെ ഒരു തമാശ എന്താണെന്നറിയോ, അസീബ് നമ്മുടെ ആളാത്ര നമ്മൾ വ്യൂസ് കിട്ടാനും വേണ്ടി ചെയ്തതാണ്. അപ്പൊ ഞാൻ പറ അസീബന്റെ വെല്ലിപ്പയാണ്. അല്ലാതെ നമ്മൾ എന്താ പറയാ, ഇങ്ങനെയുള്ളവരോട് വ്യൂസ് കിട്ടാനും വേണ്ടിയിട്ട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ അവരങ്ങനെയൊക്കെ ചെയ്യായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് വിടുക തന്നെ. പിന്നെ ഇതിൽ XXL എന്നൊക്കെ കാണിക്കുകയാണെങ്കിലും കുർത്തിയിൽ ചിലപ്പോൾ XXL ഒക്കെ ഇത് വരുള്ളൂ എന്നാണ് പറയുന്നത്. നോക്കാം. എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ സൈസ് ആയിരിക്കില്ല. പിന്നെ ചിലർ അഡ്രസ്സ് അയച്ചിട്ട് മക്കളുടെ അല്ലെങ്കിൽ ഉമ്മാമ്മമാരുടെ ഒക്കെയാണ് അഡ്രസ്സ് അയച്ചിരിക്കുന്നത്. അതും വലിയൊരു വിഷയമാണ്. നമ്മൾ ഈ അയച്ചു കൊടുത്തിട്ട് അവർക്ക് അത് ചിലപ്പോൾ ഉപകാരം ഇല്ലാതാവും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ളവർക്കോ ആർക്കെങ്കിലും വേണ്ടപ്പെട്ടവർക്ക് അത് കൊടുത്താലും മതി കേട്ടോ. അപ്പം ഇതെല്ലാം നോക്കി അയക്കുമ്പോഴേക്കും ഒരു പരുവം. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ മക്കൾക്കൊന്നും ഡ്രസ്സ് എടുത്തിട്ടില്ല, മക്കൾക്ക് എടുക്കണം. പിന്നെ അത് വീഡിയോ സൂപ്പർ ആയിരിക്കും വിചാരിക്കണം. ബിക്കോസ് ഞാൻ ഇപ്രാവശ്യം എൻ്റെ ഒരുപാട് കൊല്ലങ്ങളിലെ ഓരോ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. നടക്കുമെന്നറിയില്ല, ഇൻഷാ അല്ലാഹ്.
ആർക്കൊക്കെ എടുക്കുന്ന ഫാമിലിയിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ, പിന്നെ അതിൻ്റെ പുറകിലുള്ള ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേറെ നമുക്ക് കുറേ പണികളുണ്ട്. പിന്നെ മെഷീൻ വന്നിട്ട് ആക്ച്വലി എപ്പോഴും നമ്മൾ കൊടുക്കും അത് ഫോണിൽ. മെഷീൻ വന്നിട്ട് നമ്മൾ ഇന്നലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ മെഷീൻ കൊടുത്തത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോൻ്റെ ഒരു ഫ്ലോയ്ക്ക് വേണ്ടിയിട്ടാണ് അത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇന്നലെ ഒരുപാട് പേര് മെഷീൻ ചോദിച്ചിട്ട് ദൂരത്തു നിന്നൊക്കെ നമ്മുടെ കയ്യിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സങ്കടമുണ്ട് എനിക്ക് അവരോട് പറയാനും. മെഷീൻ നമ്മൾ ഇപ്രാവശ്യം ഒരാൾക്കാണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അത്ര വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല. എങ്കിൽ പോലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി ഈ വർഷം നമ്മളൊരു തുടക്കം കുറിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെയെന്ന് പറയുമ്പോൾ ഇതൊക്കെ അർഹതപ്പെട്ട ആൾക്കാർക്ക് തന്നെ എത്തിക്കണം. നിങ്ങളിൽ എത്ര പേര്, ഒരുപാട് പേര് ജെന്വനായിട്ട് അയക്കുന്നതായിരിക്കാം, പക്ഷേ ഒരുപാട് പേര് പറ്റിപ്പിൻ്റെ ഒരു ഏർപ്പാടും ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരിട്ട് അറിയുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ചിട്ട് അതുമായിട്ട് അർഹതപ്പെട്ടവർക്കാണ് നമ്മൾ എത്തിക്കുന്നത്. ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട്. എൻ്റെ ഒരു നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കണം എല്ലാവരും. അപ്പോൾ കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത വർഷമുള്ള ബഡ്ജറ്റ് അറിയിച്ചാൽ അടുത്ത വർഷം ഇൻഷാല്ലാ നമുക്ക് നല്ലോണം ബർക്കത്തൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് തീർച്ചയായിട്ടും നമ്മൾ എത്തിക്കുന്നതായിരിക്കും. പക്ഷെ അത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തിയ ആൾക്കാരിലൂടെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഒരു സംഭവം വേറെ രീതിക്കൊന്നും പോരുത്. പിന്നെ എനിക്ക് സങ്കടം വന്നത് വയനാട്ടിൽ ഒരു ചേച്ചി അനിയത്തിയുണ്ട്, കാലിന് സുഖമില്ലാത്തതും അങ്ങനെയൊക്കെയാണ്. അവർ പഴയ മെഷീനാണ് ഉപയോഗിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആഗ്രഹമുണ്ട് കേട്ടോ അങ്ങനെയുള്ളവർക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ. പക്ഷെ ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥയിൽ നമുക്ക് നേരിട്ട് പോയി നോക്കി അത് ബോധ്യപ്പെടാനോ അങ്ങനെയുള്ള കാര്യമൊന്നും ചെയ്യാനും പറ്റില്ല. പിന്നെ ഇപ്പോഴത്തെ ബഡ്ജറ്റ് തീർന്നു, അതാണ് സത്യം. അത് ആ ഒരു പേരുദോഷം വാങ്ങാൻ ഞങ്ങൾ എന്തായാലും ഇല്ല. ഭാവിയിൽ എന്താ സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇതില് മനുഷ്യൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ബുദ്ധിമുട്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് പേര് നാട്ടുകാരെ വാങ്ങിയിട്ട് നന്നായി പറയും. ആ പേര് എന്തായാലും ഞങ്ങൾക്ക് വേണ്ട. നമ്മൾ ലാസ്റ്റ് ഒരു ട്രീറ്റ്മെന്റിന് സഹായിക്കാനും വേണ്ടിയിട്ട് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതന്നെ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നമ്മൾ നാട്ടുകാരെ തിരിച്ചു എന്നാണ്. ഒരു പൈസ പോലും നാട്ടുകാരെ തിരിക്കുക, ഞങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുക ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അതിന് പകരം ആ വീഡിയോ കാണുന്നതിലൂടെ എനിക്ക് യൂട്യൂബ് തരുന്ന വരുമാനമാണ് നമ്മൾ ആ ഫാമിലിക്ക് കൊടുത്തത്, അല്ലേ? അത് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ നമ്മുടെ ആ ഒരു വരുമാനം നമ്മൾ ആ ഫാമിലിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് കൊടുത്തതാണ്. അപ്പൊ ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നമ്മൾ ആർക്കും പിരിച്ചെന്നോ ആരെ പൈസ വാങ്ങിയെന്നോ ഇപ്പോഴും പറയുന്ന കുറേ കൂറകളുണ്ട്. നീ എന്താ പറയാ ചികിത്സക്ക് പണം പിരിച്ചിട്ടല്ലേ നീയൊക്കെ നന്നായത് എന്ന് പറഞ്ഞ ആൾക്കാർ വരുന്നുണ്ട്. ഇവരോടൊക്കെ എന്താ പറയാ? ആരെങ്കിലും സമൂഹത്തിൽ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ പോലും അതുപോലെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ മുടക്കും, വെറുപ്പിച്ച് മുടക്കിക്കളയും. അത് തന്നെയാണ് വിഷയം. ഇപ്പൊ തന്നെ എനിക്ക് കുറേ ഇന്നലെ ഭയങ്കര സങ്കടം വന്നത്, ഞാൻ അഡ്രസ്സ് എനിക്ക് തീരെ വയ്യ. അഡ്രസ്സ് തപ്പി നോക്കുമ്പോൾ വേറെ കുറേ സഹായങ്ങൾ ചോദിച്ചിട്ടുള്ള മെസ്സേജുകൾ എല്ലാം കൂടെ ഇടയിൽ വന്നിട്ട് നമ്മൾ ആകെ കൺഫ്യൂഷനായി. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജോലി തീർക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരെ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ ആ വീഡിയോ എങ്കിലും മുഴുവനായിട്ട് കാണാനുള്ള ഒരു മാന്യത കാണിച്ചിട്ട് പിന്നെ അതിനുശേഷം മെസ്സേജോ എന്തെങ്കിലുമൊക്കെ അയക്കാം കേട്ടോ. കവർ കഴിഞ്ഞു. അപ്പോൾ കവർ കഴിഞ്ഞു. ഇനിയിപ്പോൾ കവർ ഇതാണെങ്കിൽ ആമസോണിൽ നമ്മൾ വാങ്ങിച്ച കവറായിരുന്നു, പെട്ടെന്ന് കിട്ടൂല. ഇനിയിപ്പോൾ സാധാ കവർ വാങ്ങിച്ചിട്ട് വേണം അയക്കാൻ. അപ്പോൾ ഏകദേശമൊക്കെ അത് അവിടെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അഡ്രസ്സ് കണ്ടുപിടിച്ച് അതിലേക്ക് എഴുതി ഒട്ടിച്ച് ഇവർക്ക് അയച്ചു കൊടുക്കണം. പോസ്റ്റ് ഓഫീസിലൂടെ അല്ലേ അയക്കാം. പിന്നെ അയക്കാനൊരു ചാർജൊക്കെ വരും കേട്ടോ. എത്ര വരിക? ഓരോ വെയിറ്റിനനുസരിച്ചായിരിക്കും വരുന്നത്. 40 or 60 രൂപയൊക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷെ അത് നോക്കാം. അപ്പൊ നമുക്ക് ഇനി ബാക്കി നമ്മുടെ മെഷീന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ അടുത്ത വീഡിയോ നല്ലൊരു വീഡിയോ ആയിരിക്കും വിചാരിക്കും. ഇത് കഴിഞ്ഞിട്ട് എനിക്കിനി പെരുന്നാൾക്ക് ഇവർക്കുള്ള ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകണം. ഇതേ ഇപ്പൊ തന്നെ വേർത്തു ഞാൻ മൊത്തത്തിൽ. പിന്നെ എൻ്റെ ട്രീറ്റ്മെന്റിന്റെ കാര്യം ചോദിച്ചവരോട്, ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ദിവസമാണ്. പക്ഷെ ഇന്ന് നമുക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് പറ്റില്ല. അപ്പൊ ഞങ്ങൾ എന്ത് വിചാരിച്ചു, ഇനിയിപ്പോ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് സമാധാനത്തിൽ പോവാന്ന് വെച്ചാൽ അവിടെ ആണെങ്കിൽ 1 മാസം മുമ്പേ ആണ് അവർ ബുക്ക് ചെയ്ത് വെക്കുക. എന്നിട്ടാണ് നമ്മൾ പോകുന്നത്. ഇനിയിപ്പോൾ അടുത്ത ബുക്കിംഗ് കിട്ടുമ്പോഴേക്കും പഠിച്ചവനെ കാണണം. നമ്മൾ ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞ് വരുമ്പോൾ അടുത്ത കൺസൾട്ടേഷൻ ഡേറ്റ് അവർ ബുക്ക് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഈ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പറയാം കേട്ടോ എന്താ അവസ്ഥ എന്നുള്ളത്.
പിന്നെ ഇപ്പോൾ 4 മാസം കഴിയാറായി, അതായത് 17ാമത്തെ ആഴ്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബേബീൻ്റെ ഫസ്റ്റ് കിക്ക് ഒരു 2 ദിവസം മുമ്പ് ശരിക്കും ഫീൽ ചെയ്തു. ഇതിനു മുമ്പ് ചെറുതായിട്ടൊക്കെ നമുക്ക് മനസ്സിലാവും, 4ാമത്തെ 5ാമത്തെ ഒക്കെ പ്രസവമായതുകൊണ്ട്. പക്ഷെ ഇപ്പോൾ ശരിക്കും ഫീൽ ചെയ്തു. ചില സമയം പ്രഗ്നൻ്റ് ആണെന്നേ തോന്നൂല. പിന്നെ എൻ്റെ വേദനകളും ചെറുതായിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ എണീറ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കിടപ്പിലാവോ എന്നുള്ളത് അറിയില്ല. നിങ്ങളുടെ എല്ലാവരെയും ദുവ എന്തായാലും വേണം. നമ്മുടെ ഹേസമുട്ട എണീറ്റിട്ടുണ്ട്. ഞാൻ ഓടിച്ചാടിയൊക്കെ നടക്കുന്നുണ്ട്. ആ നടക്കാനുള്ള ആ ഒരു സമയപരിധി കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞു എന്നാണ് അർത്ഥം. പക്ഷെ ഇതെപ്പോഴും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങളുടെ ദുവ ഉള്ളത് കൊണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്.